ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മമ്മ, നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോണത്? നമ്മളെ മരുവൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അതെ ഗൈസ്, അല്ലേ? ഞങ്ങള് മാത്രല്ല, ഞങ്ങള് പെങ്ങളും അളിയനും വന്നിക്കണേ. പിന്നെ താത്താക്ക് ഗർഭിണി ആയതുകൊണ്ട് താത്തിമ്പാടെ വാണാനില്ലേ, കാട്ടി കൊടുക്കാം. താത്താക്ക് ഇപ്പൊ 7 മാസം ആയിക്കണ്. അപ്പൊ താത്താക്ക് നിക്കാഹില്ല, എന്താ പറയാ, മുട്ടായി 5 മാസം 5 മാസം മുട്ടായി കൊടുക്കലിന് താത്ത ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കണ്. എനിക്കറിയില്ല എന്താകും എന്നുള്ളത്. താത്ത വരണം തന്നെയാണ് പറയണത്. നമ്മളെ അളിയാക്ക് അവിടെ കാറും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറിയപ്പോ അളിയൻ നമ്മളവിടെ കാറും കൊണ്ട് കുത്തിരിക്കുന്നുണ്ട്. നടക്കല്ലേ? വന്നിട്ട് കുറച്ചേരായി. നല്ലൊരു മഴ ഇപ്പൊ പെയ്താണ് ചോർന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ടൈം കളയില്ല, നമുക്ക് നേരെ നമ്മളെ പരിപാടിക്കാൻ കിടക്കാം. ഗൈസ്, ഞാൻ എന്റെ പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. പിന്നെ പൊലിവില്ല. അതെ ഗൈസ്, നമ്മൾ പോകുകയാണ്. ഇതൊക്കെ അളിയനും പെങ്ങളും പിന്നെ പെങ്ങളെ മോളും. പിന്നെ ഉമ്മല്ലാതെ പിന്നെ എന്ത് പോവല്ലെന്നാല് ഛർദിക്കരുത് കേട്ടോ. അത് ഇല്ല, പോകുമ്പോ വാങ്ങാം. നിലമ്പൂരിക്കല്ലേ? കേറിക്കോളി. കേറി ഇനിയിപ്പോ തുറന്നു തരണോ? അത് ലോക്ക് ഉറക്കി ചേർന്ന ലോക്കുണ്ട്. ഇല്ല, ബാക്കിലിരിക്കാൻ സ്ഥലം ഉണ്ടല്ലോ. അമ്മ കേറി. എനിക്ക് എന്തായാലും സൈഡിലിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഛർദിക്കും. നടക്കിയാണോ? നടക്കിയിരുന്നാ മതി. നിലമ്പൂരല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് മുമ്പിൽ സ്ഥലമല്ലോ. ഇല്ല, നമുക്ക് ഗുളിക വാങ്ങാം. ഓക്കെ, നമുക്ക് പോയി വെക്കാം അല്ലേ മമ്മ? പോലെ സമന, ഞങ്ങൾക്കൊന്നും ഒരു തേങ്ങ അറിയില്ല കേട്ടോ. ഇതാണ് കാണിച്ചു തരേണ്ടത്. എന്റെ കയ്യിലാണ്. അതന്നെ താത്തന്റെ താത്താക്ക് കൊയങ്ങി കിടക്കാനുള്ള താത്ത. ശരിയാണ്. ആണോ? എടുത്തോട്ടെ ഗൈസ്, നമുക്ക് അന്ന് പോണ്ടിയാണ്, മറ്റന്നാ പോണ്ടിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഛർദിച്ചില്ലല്ലോ അല്ലേ? മമ്മ ഛർദിച്ചില്ലല്ലോ. നമ്മുടെ എത്തിയത്തിനാണ് പോയി കൊട്ടി. അപ്പൊ കഴിവല്ലേ? അമ്മ കേറല്ലേ? ചെറിയ പോവാ, ഇറങ്ങി കേറിക്കോളിമ്മ. കേറി 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 കേറിക്കോ മാമ. ഓനെ വണ്ടിയിലാക്കി വരിക മമ്മ. മേളിലാണ്, ഇവിടെ അല്ല. മനസ്സിലായോ? ഷംന, ഇജെന്താ പറഞ്ഞത്? ഡ്രസ് എന്താ പറഞ്ഞത്? മൈക്ക് വേണം. എന്താ കേൾക്കണില്ല, പറയും. ഇതൊക്കെ തന്നെ പാട്ടുകാര് തപ്പിക്കോന്ന്. ഉമ്മ തപ്പിക്കോ, തപ്പിക്കോളി. ഞാൻ എൻഗേജ്മെന്റിനായിട്ടില്ലതാണ്. അപ്പൊ കുറച്ച് അല്ലടി, ഓള് അത് ഇടാനല്ല അന്ന് ഒരു പാട്ട് വെയർ മോഡൽ ഓപ്പൺ ഇല്ല നോക്കട്ടെ. ആകെയുള്ള ഒരു പെങ്ങളാണ് ഗൈസ്. അപ്പൊ ഓള് ഇതാക്കട്ടെ. നീ നോക്കിട്ടമ്മ വൈറ്റ് ഉണ്ടോ ചോക്ക്? അതിന് ഓളെ സൈസ് എത്രയോ അമ്മ പറഞ്ഞു? ലാർജ്. ഏത് ലാർജോ? എന്നോട് പറഞ്ഞു മീഡിയാണ് പറഞ്ഞു. കറക്റ്റ് ഞാൻ സൈസ് ഒന്ന് വിളിച്ചു നോക്കട്ടെ ഗൈസ്. ഓളെ സൈസ് ലാർജ് ആണെന്നാ പറഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും തടിയില്ലാത്തത്. അപ്പൊ ഇന്ത്യയിലാണ് തടിയില്ലാത്തൊന്നും ഇച്ചൊന്നുമില്ല. ഞാൻ എക്സൽ ഇടും, ഡബിൾ എക്സൽ ഷേപ്പ് ആക്കി. പിന്നെ നോക്കി നോക്കട്ടെ ഗൈസ് അല്ലേ? ഇന്ന് മോട്ടിന് നല്ല ക്ഷമല്ല ദിവസക്കാരോ. ഞാൻ ഒരു മൂലക്കെ നിക്കട്ടെ അല്ലേ? ഞാൻ ക്ഷമിച്ചിക്ക. അതൊക്കെ രസമുണ്ട്. വൈറ്റോ ബ്ലാക്ക് ഒക്കെയാണോ?
ആ അങ്ങനെ കളർ എടുത്തോട്ടാ. പിന്നെ രസമുണ്ട്. ഇത് രസമുണ്ടല്ലേ എടാ ബ്രോ, ഇത് രസം. ഇത് ചുരിദാറാണ്. ആ അതും രസമുണ്ട്. ഇതിപ്പോ ഞാൻ ഏതെടുക്കുക അല്ലേ? ഇതല്ല അതാണ് നമ്മൾ ആദ്യം നോക്കിയാൽ ഇച്ച് പറ്റിയില്ല. അതാണ് ഈ ഡബിൾ നല്ല എക്സൽ. രസമുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ? ഇത് രസമുണ്ട്, കളർ രസമുണ്ട്. അതിന് അത് നല്ല മോഡൽ. വലിപ്പാണ്. നല്ല രസമാണ്. ആണോ? അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതും പറ്റി. ഇത് ഇച്ച് ഞാൻ പറ്റി. വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഏ ഇത് ഇച്ചും പറ്റി. ഇത് ചാലി ഒരു സ്റ്റാർ ഇത് പാർട്ടി വെയർ ആണോ അതോ ഇതെന്താ സാധനം ആണോ? നോക്കാൻ ഇതൊക്കെ നോട്ടാ. വർക്കിന് അത് രസമുണ്ട്. പക്ഷെ അതിനേക്കാളും ഒന്നും പാടെ ഭംഗി തോന്നുന്നത് ഭംഗി അതാണ്. ഇത് കുറച്ച് ഇതാണ് ഓൾഡ് മൈക്ക്. പക്ഷെ ഇത് അതിന്റെ വൃത്തിയാണ് പോയി. അതന്നെ അത് ചെറുതായപ്പോ അതിന്റെ വൃത്തി. അല്ല ഇത് ഓക്കെ. ഞാൻ പറയുമ്പോ ഈ ഷോൾഡർ പിടിച്ചു കഴിഞ്ഞാലേ പറ്റൂലേ? പറ്റും. പക്ഷേ ഇല്ല, നോക്ക്. അന്റെ അത്ര ഹൈറ്റ് ഉണ്ടാള് ഹൈറ്റ് ഓളത്രക്ക് ഉണ്ട്. ഓളത്രല്ലേ? പക്ഷെ തടിയില്ല. ഇത് ഓളത്ര ഹൈറ്റ് ആണെങ്കിൽ ആ ലെങ്ത് ആയിരുന്നു. വലിയ കുട്ടി തീരെ ഇത് ഏറെ ഇക്കാരം എന്തായാലും ഇത് അത് മൂട്ടാനും ഏറാണ്. പറ്റൂല. അത് ഉറപ്പാണ്. ഞാൻ അത്രക്കൊന്നുമില്ല. അത്രയൊന്നുമില്ല. മൂട്ടിയത് രസമല്ല. പിന്നെ ഈ ലെങ്ത്തിൽ അതാകുമ്പോൾ ഇപ്പൊ സാധാരണ കുട്ടിയാളതായി അല്ല അത് ഇങ്ങനത്തെ ടൈപ്പ് തന്നെ കൊണ്ടത് ഷറാറ് ടൈപ്പല്ലേ ഇടുമ്പോ ഒരു രസം വേണ്ട. അടിയിൽ അങ്ങനെ ഒരു വർക്ക് ഉണ്ട്. രസമാണ് ഇല്ലേ? കുറച്ച് വലിപ്പമുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ എക്സൽ ഡബിൾ എക്സൽ എടുത്തിട്ട് ഷേപ്പ് ആക്കലുണ്ടോ ചോദിച്ചു നോക്ക്. ആക്കലുണ്ടോ ചോദിച്ചു നോക്ക്. എല്ലാം ഞാൻ അങ്ങനെ ചോദിച്ചു നോക്കല്ലേ? അങ്ങനെ ചോദിച്ചോ, ഒന്ന് സംസാരിച്ചു. പെണ്ണിന്റെ സൈസ് കറക്റ്റ് അല്ല. അതാണ് സൈസ് കറക്റ്റ് അറിയാത്തോണ്ട് എനിക്ക് ഇത്ര ഉണ്ട്. അപ്പൊ അന്റെ ഹൈറ്റ് ഓക്കെയാണ്. ഹൈറ്റ് ഓക്കെ അല്ലടാ? ഓള ഹൈറ്റ് തന്നെ അല്ലേ? ഹൈറ്റ് എന്റേതാണ്. ആ കണ്ടിക്കട്ടിൽ കുറച്ചുകൂടി സ്ലിം ആണെന്നുള്ളൂ. ആണോ? ഹൈറ്റ് എന്റേതാണ്. ഹൈറ്റ് എന്റേതാണ്. ഞാൻ ചെരുപ്പ് ഊരിയപ്പോ ഇന്റെ അത്രയാണ്. അന്റെ ട്രോൾ എത്ര ഉണ്ട്? ഇമ്മാനെ വെച്ച് നോക്കിയാൽ കറക്റ്റാ. ഇമ്മ എന്നാ ഇമ്മാനെ വെച്ച് നോക്കുമ്പോ ഏകദേശം ഇത് തന്നെയാണ്. ഇമ്മാന്റെ ഇതിൽ കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ അത് നോക്കണ്ട. ഞാൻ തടിച്ച തന്നെ ഓളെ തടിച്ചാ നോക്കുമ്പോ മെലിച്ചാ നോക്കുക. ഒരു ഫോട്ടോ എടുത്തു. സിമ്പിളാണ്. നോക്കല്ലേ? സിമ്പിൾ വർക്കല്ലേ? ഒന്ന് ഫോട്ടോ അയച്ചു കൊടുത്തു നോക്കിയാ. ആ മോൾക്ക് മുടക്കി വിളിച്ചാൽ മതി. അയച്ചു കൊടുത്തു നോക്ക്. നന്നായിട്ട് പോരുമോ? പോരൂല. ഇത് മറ്റൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഇടുവോ? അറ്റാച്ച് ഗൈസ് അങ്ങനെ അവസാനം ഒന്ന് സെറ്റ് ആയിട്ടോ. ഞാൻ കാണിച്ചു തരാം. മുന്നിൽ വെച്ച് എനിക്കൊന്ന് സെറ്റ് ആയിക്കണേ അല്ലേ? ഈ ഒരു സാധനം സെറ്റ് ആയിക്കണേ അല്ലേ? ഇതേനുണ്ട് മമ്മ രസമുണ്ടോ? ഞാൻ ആദ്യേ എടുത്ത സെലക്ഷൻ അത്. ഷംന, ഞാൻ വന്നപ്പോ തന്നെ ഇതാ കച്ചി പിടിച്ചു. മരോളെ മനസ്സിലാക്കണം അമ്മായിമ്മ. അപ്പൊ ഓക്കെ, ഇതെങ്കി ഇത് അല്ലേ? അമ്മേ നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. മമ്മ എങ്ങനെയുണ്ട്? തേക്കടില്ലാന്നോ? നല്ല രസമുണ്ട്. പക്ഷെ വന്നപ്പോ തന്നെ ഞാൻ തുമ്മല പിടിച്ചതാണ് രസം നിൽക്കുക. ഞാൻ ഒക്കെ കമ്മല് മോഡലിന് കൊറേ കല്ലും മുട്ടിയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. നമ്മൾ ഒന്ന് ഇതെടുത്തേക്കണേ. ലാർജാ കൈ ഞാൻ അടുത്തത് നോക്കട്ടെ. എന്താ നോക്കണേ? അടുത്തതും സിമ്പിൾ വർക്കിൽ എന്തെങ്കിലും ചുരിദാർ നോക്കിയോളൂ. ലാർജ് ലാർജാണോ ഇട്ടാരും ഒന്നും കാട്ടണ്ടല്ലോ. ആണോ? ലാർജ് അത് ചോദിച്ചോക്കട്ടെ. അതും ലാർജ് തന്നെയാണ് അല്ലേ? ഇത് ലാർജ്. അതും ലാർജ് തന്നെ. അപ്പൊ ഇത് രസമുണ്ടല്ലോ. ഇത് രണ്ടും ചോദിച്ചു നോക്കാം അല്ലേ? രണ്ടും മാനിട്ടാണ്ട് ഫോട്ടോ അയച്ചു കൊടുത്തു. ഇത് രണ്ടും ശമ്പളം ഇട്ടുവന്നാ രണ്ടും ഇട്ടുക. നമുക്ക് ആകെ ചെക്ക് ചെയ്യാൻ ഓള് മാത്രമേ ഓള് കറക്റ്റ് ഹൈറ്റ് കേട്ടോ. കറക്റ്റ് ഹൈറ്റ് മാത്രം അമ്മ ഉള്ളതാണ്. പറ്റ പോലെ കറക്റ്റ് ഹൈറ്റ് തോന്നുന്നുണ്ട് എനിക്ക് അല്ലേ? മാറ്റിട്ട് വരട്ടെ, എങ്ങനെ ഉണ്ട് നോക്കട്ടെ അല്ലേ? ചെറിയപ്പനെ ആകെ ചടച്ചിക്കണ്. ഡ്രസ് എടുക്കാനാ വന്നേക്കണേ. കറക്കൂലേ? എങ്ങനെ ഉമ്മേ കാണാൻ വന്നാണ്. കാണാൻ പറ്റിയില്ല ഉമ്മ. അതായത് ചെറിയാപ്പൂന്റെ അമ്മ വെയിറ്റ് ചെയ്തിരിക്കാണ്. നോക്കിട്ടാണ് എങ്ങനെയുണ്ട്? ഞാൻ ഒന്ന് മുടിയിട്ട് ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ട് മുടി വെട്ടിക്കല്ല, സ്മൂത്ത് ചെയ്തു. മൂഞ്ചി അല്ലേ നിങ്ങൾ പറയണേ? എൻ്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം എനിക്ക് ആദ്യത്തെ തന്നെയാണ് ബെറ്റർ. ആണോ? ഇനിയിപ്പോ പറ്റിപ്പോയില്ലേ? ഇനിയിപ്പോ അങ്ങനെ കേട്ടെ. അങ്ങനെ കേട്ടല്ലേ? എനിക്ക് മൈക്കുണ്ട് ഇവിടെ. എന്താ കേട്ടോ? ആ രസം അതിന്റെ മേലെ കൂടെയാണ്. ആ ഒന്ന് അയച്ചു കൊടുത്തു നോക്കല്ലേ? ഒറ്റിന്റെ വീഡിയോ കൊടുക്കട്ടെ. അത് ചോദിച്ചു. അന്നക്ക് ഈ ഒരു തടി ചേരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്ര തടി വേണം. ഗൈസ് അങ്ങനെ രണ്ട് സാധനം കിട്ടിയിട്ടുണ്ടമ്മ.
ആ അവിടെ അതിന്റെ ഇടയിൽ പെങ്ങളെ കുട്ടിക്കും ഡ്രസ്സ് നോക്കുന്നുണ്ട്. അത് എടുക്കുന്നുണ്ടോ? അത് ഇവിടെ നോക്കട്ടെ എങ്ങനെയുണ്ട് കാണിച്ചു കൊടുക്ക്. ഇത് കുറവാണ് എന്നെ. അത് എടുക്കുന്നുണ്ടോ? ചെറിയപ്പോ എടുക്കുന്നുണ്ടോ? എടുത്തളാ. ഈ രസമുണ്ട് സാധനം. എന്താ കൊണ്ട് നാളല്ലേ എവിടെ നമ്മളെ ശമ്പളം ഒന്നില്ലേ ഒരു ഡ്രസ്സും പാടെ എടുത്തിക്കണ്. ഒന്ന് നമ്മളത് എന്തായാലും ഫിക്സ് ആക്കി. അമ്മ വരി നിങ്ങൾ രണ്ടാളും പറയേ, എനിക്ക് ഇതിനെ പറ്റി ഒരു തേങ്ങ അറിയില്ല. വേറെ ഒന്നും പാടെ വരുന്നുണ്ട്. അതും പാടെ എന്താ ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ നമ്മൾ എടുത്ത ഡ്രസ്സ് എടാ അവൾ ഇട്ടിട്ട് ആ ഡ്രസ്സ് കാണിച്ചു കൊടുത്തില്ല. അത് കുഴപ്പമില്ലല്ലേ? ഇതെന്താ അവസ്ഥ? ഇതാണ് നമ്മൾ ഇട്ട ഡ്രസ്സ്. നീലേ അതിനേക്കാളും മുമ്പാടെ രസം അതാണ്. ഒന്ന് വെള്ളി ഒന്ന് മഞ്ഞ. ഇനി ഗൈസ് അപ്പൊ ഈ രണ്ട് സാധനങ്ങളാണ് നമ്മള് ഇപ്പൊ സെലക്ട് ആക്കിയത്. അതെ രണ്ട്. മൂലൊക്കെ കിടക്കുകയാണ് അല്ലേ? സാധാരണ 8 മണി ആയി കഴിഞ്ഞാൽ അമ്മമ്മ ഉറങ്ങേണ്ടതാണ്. പിന്നെ അവുമ്പാടൊപ്പം നടക്കട്ടെ. എന്തെങ്കിലും ഒന്ന് ഇട്ട് പോകണല്ലോ അങ്ങോട്ട് അല്ലേ? അതിന് വേണ്ടിട്ട് ഇപ്പൊ മട്ടില്ലേ? ആ അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇതുമ്പാടെ കഴിയട്ടെ അല്ലേ? അതിന് സെറ്റ് ആയത് നമ്മള് ഡ്രസ് ഇട്ടിക്കണേ അല്ലേ? ഞാൻ കടി കൊടുത്തു. നല്ല രസമുണ്ട്. അത് എടുത്തോ എന്തായാലും. പാന്റ് ഇട്ടിട്ട് ഇത് ഫുള്ള് ലൂസാണല്ലോ കണ്ടോ? അവിടെയാണ് ഇപ്പോഴും. ഇപ്പൊ ഉമ്മാക്കുള്ള ഡ്രസ്സ് നോക്കട്ടെ. ഉമ്മമാക്ക് ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞത്. പർദ്ദ ഉണ്ടാവല്ലോ അല്ലേ? എന്ത് ഉമ്മമാക്കൊരു എന്താണ് എന്താ ഒരു ഭാഗത്ത് അവിടെ ഇരുന്ന് വാങ്ങിക്കണ ഡ്രസ്സ് നോക്കി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം ഇല്ലടാ ഗൈസ്. അങ്ങനെ ഇമ്മാക്കും ചുരിദാർ എടുത്തിക്കാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാ ഇങ്ങോട്ട് കാണിച്ചിട്ട് തിരി. ഇല്ല ഇതിന്റെ ആവശ്യമില്ല, ഇങ്ങനത്തെ മതിയില്ലേ? അത് രസമുണ്ട്, രസമുണ്ട്. ഓക്കെ അല്ലേ? ഫിക്സ് ആക്കല്ലേ? ഗൈസ് നിങ്ങളെ അഭിപ്രായം പറയട്ടോ. മമ്മക്ക് ഞാൻ പിന്നെ വേണോ ചോദിക്കാണ്. മമ്മക്ക് വേണോ? തട്ടെന്തെങ്കിലും വേണോ? എടാ ഈ കളർ ചേഞ്ച് തട്ടുണ്ടോ? വേറെ കളർ ബ്ലാക്ക് ഒന്നും അല്ലാത്ത ടൈപ്പ് നമുക്ക് ഷാൾ എടുക്കാം. നോക്കി നോക്കല്ലേ? ഗൈസ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ലേ അമ്മ? ഇവിടെ നോക്കി മക്ക് ചുരിദാർ എടുത്തില്ലേ? ഇനിയിപ്പോ ഇമ്മമ്മക്ക് ഇവിടെ തട്ടല്ല. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞിട്ട് അവിടെ നമ്മൾ പോയി നോക്കല്ലേ അമ്മ? പോവല്ലേ? നമ്മക്ക് ഇങ്ങനത്തെ തട്ടാണല്ലോ വേണ്ടിയത്. നമുക്ക് അങ്ങനത്തെ നോക്കി നോക്കാം. അതാ ആ കാണല്ലേ ഷോപ്പ് അവിടെ പറഞ്ഞാൽ മതി. ആ അത് നോക്കി വെച്ചാല്